ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നെയും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതോടെ കുറച്ച് ലേറ്റല്ല, നമ്മളിത്തിരി നേരത്തെയാണ്. ആൻഡ് ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് നെറ്റ് എടുത്തുണ്ടേ ഓക്കെ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ഓഫ്ലൈൻ ഗ്രൈൻഡ് ചെയ്യുമെന്ന്. ആൻഡ് നമുക്കൊരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അയറൺ കിട്ടിയായിരുന്നു. നോക്കട്ടെ, അയൺ കിട്ടിയില്ല. നോക്കിയായിരുന്നു, ഒന്നുകൂടെ നോക്കിയതാണ്, കാരണം ഒന്ന് മറന്നുപോയി. നമ്മളൊരു എന്തോരം ടോർച്ചൊക്കെ വേസ്റ്റ് ചെയ്തെന്നറിയാം, അതൊക്കെ എടുത്തിട്ട് പറ്റട്ടാ. ഞാൻ പിന്നെ എടുക്കാൻ പോയില്ല, കാരണം അവിടെ എന്തോരം മോബായിരുന്നു. ആൻഡ് ഗൈസ്, നിങ്ങളൊക്കെ രാത്രി മൈനിങ്ങിന് പോണ ആൾക്കാരാണെങ്കിൽ പോലെ ഗൈസ്, അത് വലിയ ബാഡാണ്. രാത്രി പോണത് നൈസല്ല, പക്ഷെ നിങ്ങൾ രാവിലെ പോവുകയാണെങ്കിൽ നൈസ് കേട്ടോ. കാരണം രാത്രി പോവുകയാണെങ്കിൽ ഫുള്ള് മോബ്, എത്ര മോബ് സ്പോണാവോ 70 മോബാണ് ഒരു ഇതിൽ സ്പോണാവുള്ളൂ. ആ 70 മോബും ഇതിൽ സ്പോണാവും കേവിൽ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ രാത്രി പോവുകയാണെങ്കിൽ അത് മേളിലും പോവും, സർഫസിലും സ്പോണാവും. ഗൈസ്, എനിക്ക് ഇവിടെ ഒരു കേവ് കിട്ടിയത്, ഞാൻ ഇങ്ങോട്ട് പോയിരുന്നത്. അയറൺ കുറേ അയറൺ നമ്മൾ എടുത്തില്ല. ഞാൻ ചോദിച്ചു ഇനി അയറണിൻ്റെ എന്താ യൂസ് എന്ന്. ബട്ട് ഇനിയാണ് നമുക്ക് കുറേ യൂസ് ഉണ്ട്. അപ്പോൾ അയറണിങ് എടുക്കാം. ആൻഡ് വെയിറ്റ് ഗൈസ്. ഓക്കെ, ഹലോ ഗൈസ്, ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ വരെ പോയി. ഓക്കെ, നമുക്ക് നമ്മുടെ കേവിൽ പോകാം. ഇവിടെ ആയിരുന്നു അത്. ഞാൻ പറഞ്ഞില്ല, കറക്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഷിറ്റ്, ഡാമേജ് എടുക്കാണ്ട് പോകണേക്കിട്ട് നല്ല. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോയാൽ. ഓക്കെ, ആൻഡ് ഗൈസ്, എന്നോടൊരു ബ്രോ പറഞ്ഞായിരുന്നു ഡോണറ്റ് SMP കയറാൻ. ബട്ട് ആ ബ്രോ ഇതേവരെ എനിക്ക് അതിൻ്റെ IP ഇട്ടുള്ള, IPയും പോട്ട് രണ്ടും ഇട്ടുള്ള. അതുകൊണ്ട് സോറി ബ്രോ, എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഗൈസ്, എനിക്ക് ഇന്നലെ ഒരു ഡയമണ്ട് കിട്ടിയായിരുന്നു, ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. പറഞ്ഞായിരുന്നു ഗൈസ്. ശരി, ഞാൻ ഇവിടെ എങ്ങാണ്ട് എന്തോരം ടോർച്ച വേസ്റ്റ് ചെയ്തേ. ഗ്ലിച്ച് കാരണം കേട്ടോ. ക്രീപ്പർ 5 ഉണ്ട് ആ കേജിൽ. ഇവിടെ അല്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ കിട്ടിയതിനാണ് കിട്ടും നമ്മളുടെ കേസ്. നമുക്ക് 2, നമുക്കിപ്പോൾ വേണ്ടത് 5 ഡയമണ്ടാണ്. 4 എണ്ണം കൂടെ വേണം. ഇനി നമുക്ക് 4 എണ്ണം വേണം. ബിക്കോസ് ഇന്നത്തെ നമ്മുടെ ഗോളാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഈ ക്രീപ്പർ കുറേ ഉണ്ടല്ലോ ഇവിടെ. വെള്ളമൊന്നും ഇവിടെ. സ്പൈഡർ വെർസീസ് എൻ്റെ ഫൈറ്റ് വേണ്ട. നമുക്ക് മൈ ഗോഡ്, സത്യം. അപ്പോൾ നമ്മൾ കീപ്പിനിട്ട് ഒരു ഓൺ ചെയ്തിട്ടുണ്ടായി, അതുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല. ഓക്കെ, ഷിറ്റ്, പച്ചാത്ത കാര്യമായിരുന്നത്. 3 അയറൺ എടുക്കട്ടെ, ഒരു വാട്ടർ ബക്കറ്റൊക്കെ ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. അയറൺ. ഷിറ്റ് ഗൈസ്, നമ്മൾ നൈറ്റിൽ പോകണല്ലേ നല്ലത്. ഞാൻ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞു, എന്നിട്ട് ഞാൻ തന്നെ നൈറ്റ് ആയപ്പോൾ ഉറങ്ങണം. ഓക്കെ, ടോർച്ച് കഴിഞ്ഞു. കോൾ എടുക്കാം, സ്റ്റിക്ക് എടുക്കാം, വാട്ടർ എടുക്കാം, പോവാം. ആൾക്കാർ നമുക്കൊരു ഇത് ഇടണം ഗൈസ്. ഇവിടെയൊക്കെ ടോർച്ച് വേണം, അല്ലെങ്കിൽ ഇവിടെ മോബ് സ്പോൺ ആയിക്കൊണ്ടിരിക്കും. അതിന് ശേഷം നമ്മൾ വീടുണ്ടാക്കുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എൻചാൻമെൻറ്റ്. അപ്പോൾ ഞാൻ അവിടെയും വരെ എത്തിയിട്ട് നിങ്ങളെ ഒന്നും കൂടെ ഇത് ചെയ്യാം. ഓക്കെ, ഷിറ്റ് ഗൈസ്, ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സോംബികളെത്തി. ഞാനിപ്പോൾ 2 കൊന്ന് പ്ലസ് ഇപ്പോൾ 2. ഓക്കെ, ഗൈസ്, ഇത് നമ്മുടെ ലെക്കാണ് ഗൈസ്. ഇങ്ങനെ കിട്ടുന്നത് 9 ആണ് കിട്ടാൻ പോകുന്നത്. ഇത് ഒരെണ്ണത്തിന് 9.
ഇതിങ്ങനെ കിട്ടുന്ന ആൾക്കാർക്ക് ലെക്ക സീരിയസ്ലി ഒരെണ്ണത്തിൽ നിന്നാണ് ഓർത്ത് നോക്ക്. ആൻഡ് അതിൻ്റെ ഗോൾഡ് കിട്ടിയത് ഒരു ഇൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ സെറ്റ്. അത് ഞാൻ പറഞ്ഞില്ല ഞാൻ പൊട്ടത്തരം കാണിച്ചു തരാം. ഇവിടെയാണ് എന്തോരം ടോർച്ചിൻ്റെ വേസ്റ്റ് ആക്കണമെന്നത്. 1 2 എന്നല്ല എന്തായാലും 6 14 കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇത് അത്രയും ടോർച്ച് എടുക്കാമായിരുന്നത്. കാരണം എനിക്കറിയാം ഇവിടെ ഞാൻ ടോർച്ച് വേസ്റ്റ് ചെയ്തെന്ന്. ഞാൻ എടുക്കാൻ മറന്നു. കാരണം ഇന്നലെ വന്നപ്പേ ഇവിടെ ഫുള്ള് മോബായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ. ഓ ഷിറ്റ് ഇതെനിക്ക് പേടിയാം. ഓ മൈ ഗോഡ്. ഞാൻ പറഞ്ഞൊക്കെ കള്ളാന്ന് വിചാരിക്കില്ല നിങ്ങൾ. അല്ലെങ്കിൽ തന്നെ ഇപ്പം നല്ല മോബാലോ. ഓ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് മൈൻ ചെയ്തിട്ട് ഡയമണ്ട് 2 കണ്ടുപിടിച്ചിട്ട് ശരിയാക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടെ റീടേക്ക് എടുക്കാം. അത് വേണ്ട ഗൈസ്, നമുക്കിവിടെ തപ്പാം, ഒരുമിച്ച് തപ്പാം. ഡയമണ്ട് ഗൈസ്. എൻ്റെ സൗണ്ട് ചെറുതായിട്ട് പ്രോബ്ലം ഉണ്ടല്ലേ. റിയലി ചാവാനുള്ള നല്ല ചാൻസ് ഉണ്ട് അവിടെ. ചാവലൊന്നും പേടിക്കാണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ജയിക്കാൻ പറ്റും. അതായത് നമ്മുടെ എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കാം നമുക്ക്. ബട്ട് അതിന് വേണ്ടി ഒരു സാധനം വേണം. അതിന് വേണ്ടി ഇനിയും ഡയമണ്ട് വേണം. നമുക്കൊന്ന് മൈൻഡ് ചെയ്ത് നോക്കിയാലോ. ബിക്കോസ് അതിൻ്റെ സൈഡിലൊക്കെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ചാൻസസ് ഞാൻ ഇവിടെ കാണുന്നില്ല. നമ്മൾ വാട്ടർ എടുക്കുകയാണ്. ഇതാ ഇപ്പോൾ ലാവയിലൊക്കെ നോക്കിയാലും കിട്ടും. ഓ മേളുണ്ട്. മേളിൽ പോയി നോക്കാം. ഇത് ലാവയാണ്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ബട്ട് നമ്മുടെ കയ്യിലാണ് വാട്ടർ പാക്കറ്റ്. പക്ഷെ ലാവയൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ. അതാണ് മെയിൻ തിങ്. ഓ ഷിറ്റ്, ഞാനിപ്പോൾ തിരിച്ചിങ്ങോട്ട് ഇടാന്നല്ലോ. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ലാവനെ വെള്ളമാക്കി ലാവനെ ഒബ്സിഡിയനാക്കി പോവാം. എന്തോ കട ഞാൻ പറഞ്ഞില്ലേ ഇത് പറ്റിയിരുന്നല്ലേ. പക്ഷെ എൻ്റെ അടുത്ത് മോബുണ്ടായി, അതുകൊണ്ട് എനിക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല. 1 2 എന്നല്ലേ 3 4 5 ഉണ്ടായി. അത് 2 ക്രീപ്പർ 4 സ്കെലിട്ടൺ. ലെറ്റ്സ് ഗോ ബോയ്സ്, ലെറ്റ്സ് ഗോ. ഇതിപ്പോൾ എത്രയായി? അല്ല, ഇതിവിടെ 3 ഉണ്ടെങ്കിൽ നമ്മുടെ ഐസെറ്റായി. ഇവിടെ 3 ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പോവാം, കയറി പോവാം. പ്ലീസ് ലക്ക് ഉണ്ടാവണേ. പ്ലീസ്. ഇല്ല ഗായ്സ്, ലക്ക്. നോ ലക്കില്ല. ബട്ട് ലക്ക് ഉണ്ട്, നമുക്ക് ഡയമണ്ട് കിട്ടിയില്ലേ. ഓക്കെ ബൈ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി നോക്കാം ഗായ്സ്. എനിക്ക് തോന്നുന്നു ഇതാണ് ഞാനിപ്പോൾ ഇട്ടതിൽ തന്നെ എനിക്ക് ഏറ്റവും ലക്കുള്ള എപ്പിസോഡ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയൂ ഏതാണ് എൻ്റെ ഏറ്റവും ലക്കിയസ്റ്റ് ഇതെന്ന്. ഗൈസ് ഇതാണെന്നാണ്. കാരണം ഇന്നലെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ആകെ ഓർമ്മ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ യെസ് ഗോ ചത്ത് യെസ്. ഓക്കെ, നമുക്ക് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് അവിടെ നിന്ന് വേറെ 3 ഇട്ടുണ്ടാവുള്ളൂ. വേണമെങ്കിൽ എന്നോടൊന്ന് വെയിറ്റ് ചെയ്തു. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. നമ്മളിൽ 15 XP ഉണ്ട് ഗൈസ്. ഇപ്പോൾ 15 XP ഉണ്ട്. കൂടെ നിങ്ങൾ നോക്കിക്കൊണ്ട് ഗൈസ്. ഇനി നമ്മൾ
എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോകുന്ന സാധനമാണ് അതിൻ്റെ പേരണ ഗൈസ്. നമ്മളിപ്പോൾ ഒരു റൂയിങ് പോർട്ടൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഡയമണ്ട് പിയേഴ്സ് ഉണ്ടാക്കണ്ട, എന്താ പറയുക. അപ്പോൾ നമുക്ക് ഡ്രോയിങ് പോർട്ടൽ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ഡ്രോയിങ് പോർട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ലെറ്റ്സ് ഗോ. വാട്ടർ ബക്കറ്റ് വേണം. ഓക്കെ, ഞാൻ പോട്ടെ. ഡ്രോയിങ് പോർട്ടൽ മിഷൻ അപ്സെറ്റഡ്. ഓക്കെ, ഞാൻ ഡ്രോയിങ് പോർട്ടൽ കണ്ടുപിടിച്ചിട്ട് കാണാം. നമുക്ക് റീടേക്ക് എടുക്കാം. സോ ഗൈസ്, നമുക്ക് എന്താണ് തപ്പിച്ചെന്നത് അത് കിട്ടിയില്ല. പക്ഷേ ഒരു കേവ് പോലെ എന്തോ കിട്ടുന്നുണ്ട്. നോക്കാം, എന്തെങ്കിലും ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് കോളൊക്കെ കളക്ട് ചെയ്ത് ഇത്തിരി ഇത് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് എനിക്ക് കാണാൻ പറ്റുള്ളൂ സീരിയസ്ലി. ഓ മൈ ഗോഡ്. ഓ ഷിറ്റ് ഗോയ്സ്, എന്ത് നല്ല നോക്കാമെന്നാണ്. അതാണ് ഇവിടെ പൊട്ടി ഞാൻ അവിടെ ചെന്നു. വെയിറ്റ് ഗൈസ്. ഓക്കെ, ഞാനവിടെ സ്കെൽട്ടനെ കൊന്നു. പിന്നെ അവിടുത്തെ കോളെടുത്തപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ആൻഡ് ഞാൻ വിചാരിച്ചു കുറച്ച് കോളെടുക്കാം. നമ്മൾ ഫുള്ള് കോള് എടുക്കട്ടെ. നമുക്ക് കുറേ കോള് വേണം. അവിടെയാണ് ഈ കോള് കിട്ടുന്നത് നമ്മുടെ ഗെയിമിൽ. അതെ, നല്ല താഴെയല്ലേ, ഇതിപ്പോൾ നല്ല പൊക്കത്തിലാണ്ട് കോള് കിട്ടുന്നുണ്ട്. ആൻഡ് 1 സ്റ്റാക്ക് കോള് നമ്മുടെ ഞാനൊരു സ്മെൽറ്റിങ്ങിന് നമ്മൾ ഒരു ഇതുണ്ടാക്കുമല്ലോ, അയറൺ ഫാർം ഉണ്ടാക്കുമല്ലോ ബിക്കോസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടാന്ന് എനിക്കറിയില്ല. സ്കെൽട്ടൻ വന്നാൽ ഞാൻ ചാവും. ഞാൻ ആ കേവിലിപ്പോൾ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്കും അറിയില്ല. എനിക്കിനിപ്പോൾ ഈ കുഞ്ഞ സോമ്പിൽ കൊല്ലണ്ട, ഒരു ബേബി സോമ്പ് ഇട്ടാ. കുഞ്ഞ സോമ്പില്ല, ബേബി സോമ്പി കൊന്ന് പോവാം. വാട്ടർ ബക്കറ്റ് എവിടെ സ്കെല്ലിനടുത്ത് കളിക്കണ്ട, സീനാവും. പോട്ടെ, മേളിലാണല്ലോ സ്കെൽട്ടൻ. ഇല്ല പൈസ നമുക്ക് മേളിൽ പോവാം. ബിക്കോസ് എനിക്കാണെങ്കിൽ പേടിയാവുന്നു. നമ്മുടെ വാട്ടർ ബക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഇതും കൂടെയാണ്. എനിക്കിപ്പോൾ പോവാം. വാട്ടർ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് 1 ഡയമണ്ട്, അതാണ് നമ്മുടെ ഗോൾ. 1 ഡയമണ്ട്. എൻ്റെ ഓക്കെ, നൈസ്. വിച്ച് എവിടെയാണെന്ന് ഞാൻ കണ്ടില്ല, നിങ്ങൾ കണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓ ഷിറ്റ്, ഇനി നമ്മുടെ തന്നെ ഇതിൽ പോവാം ഗൈസ്. അല്ലാണ്ട് ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ തന്നെ എൻ്റർമാൻ തീർച്ചപ്പം എന്തി ഓടാ മോനെ. കിടി ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്തൊക്കെ അയറൺ നോക്ക്, കോളും നോക്ക് പറഞ്ഞ. ഓക്കെ, ഇങ്ങോട്ട് വരുന്ന ഡയറക്ഷൻ കുറയും, ഇങ്ങോട്ട് കൂടും. ഹൺഡ്രഡ് ബ്ലോക്സ് ദൂരെയാണ് നമുക്ക് പോകേണ്ടത്. 100 ബ്ലോക്സ് ദൂരെയായിരുന്നോ? എനിക്കറിയില്ല കേട്ടോ.
ഇവിടം വരെ നമ്മൾ എത്തി അവിടെ നിന്ന് എറിഞ്ഞിട്ട്. ഓക്കെ വാ അവിടെയൊക്കെ വിട്. ഗൈസ് നമുക്ക് ഒരു ഡയമണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒറ്റ ഡയമണ്ട്. ഞാൻ താഴെ പോയിട്ട് കാണണ്ട. ഗൈസ് ഞാൻ ഇത്രയും നേരം വിചാരിച്ച് നമ്മൾ റെക്കോർഡിങ്ങിലാണെന്ന്. എൻ്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായില്ല. ഭാഗ്യം നമുക്ക് ഡയമണ്ട് ഒന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ കാണിക്കാത്ത എന്താണ്. റെക്കോർഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട് ഗൈസ്. ലക്കില്ല ഗൈസ്. ഞാൻ വിളിച്ചു നമ്മുടെ ലക്കിസ്റ്റ് ഇത് ഇന്നത്തെ എപ്പിസോഡാണ് നമുക്ക് പറഞ്ഞാണ്. ബട്ട് അതിന് ശേഷം ഒരു ഡയമണ്ട് പോലും കിട്ടില്ല നമുക്ക്. ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല ഗൈസ്. ബാ ഇവിടെയാണ് 1500 ക്രീപ്പറും ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് കാര്യം ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറേ ടൈം നോക്കി. നമുക്ക് ഒരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ആയി. ബട്ട് ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് സ്ട്രിപ്പ് മൈൻ ചെയ്ത് നോക്കാം. കുറച്ചും കൂടെ ഡയമണ്ട് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ കേവ് കണ്ടുപിടിച്ച് നമ്മളിങ്ങോട്ട് വന്നേക്കാണ്. അപ്പോൾ ഗൈസ് ടോർച്ചില്ല, വയറൻ ഓ മൈ ഗോഡ്. ഞാൻ വിളിച്ച ഡയമണ്ട് ആണത്. നമ്മൾ സ്ലൈമിൻ്റെ ഇച്ചിരി യൂസ് ഉണ്ട്. സ്റ്റിക്കി പീസ്റ്റ് ഉണ്ടാക്കണം. ഡയമണ്ട്. അയ്യോ ഭായി നമ്മൾ ഡയമണ്ട് കിട്ടി 2 മൈൻഡ് ചെയ്തത്. ഡയമണ്ട് കൊണ്ട് അയർന്നും ഉണ്ട്. അല്ല ഇപ്പം ഞാൻ ഇവിടെ ഇല്ല അയർൺ മൈൻഡ് ചെയ്തേ. ഡയമണ്ട് കണ്ടില്ല പക്ഷേ ബോയ്സ്. അപ്പോൾ നമ്മൾ ഡയമണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ് ടോർച്ച് വെച്ച്. പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു നേരത്തെ ടോർച്ച് എടുത്ത് വന്നപ്പോൾ. അപ്പോൾ ഇന്ന് 30 മിനിറ്റിൻ്റെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. ഒരു 25 മിനിറ്റ് നമ്മൾ നിർത്തുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എൻ്റെ വുഡുണ്ടോ? ഇല്ല. ഷിറ്റ്. 3 ഡയമണ്ട് ഇപ്പോഴേ ഉണ്ട്. ചെസ്റ്റിൻ്റെ ഉള്ളിൽ കണ്ടോ 4 ഡയമണ്ട് 3 ഡയമണ്ട് കണ്ടുണ്ട്. ചാവുമ്പ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബെഡ് ഇതൊക്കെ സെറ്റായി. ഓ ഷിറ്റ്. ഓക്കെ അത് പോയി. കണ്ണെ പറഞ്ഞില്ല 3 ഉണ്ടെന്ന്. കുറേ സാധനമുണ്ട്. ഗൺ പൗഡർ വേണം. ഗൺ പൗഡർ കളയുണ്ട്. ഇതും കളയണ്ട. കാരണം നമുക്ക് സ്ലാബ് ഉണ്ടാക്കണല്ലോ കുറച്ച് കഴിഞ്ഞ് തന്നെ. നമ്മുടെ 7 ഡയമണ്ട് ഉണ്ട്. 3 എടുക്കട്ടെ. ബാക്കി 4 ഓടുന്നത് സ്ലൈം വേണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഒബ്സിഡിയനൊക്കെ എടുക്കുന്നത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ബിക്കോസ് കൂടുതലും നമ്മൾ ടൈം നിങ്ങളെ കാണിക്കാണ്ടിരിക്കാൻ പാടില്ല. അന്നേരം ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ പറ്റുന്നല്ലോ. അതുകൊണ്ട് നോ റിസ്ക് ഗൈസ്. ആൻഡ് ഫൈനലി ഡയമണ്ട് പിക്ക് നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതിന് ഇത്രയും പെട്ടെന്ന് തന്നെ ഡയമണ്ടിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട്
ലെക്കുണ്ടായി നമ്മളെ കറക്റ്റ് എവിടെയാണ് വന്ന് പൊട്ടിയത്. ഞാനിപ്പോൾ വെള്ളം ഇട്ടായിരുന്നു അപ്പം തന്നെ അത് പൊട്ടൂലായിരുന്നു. ബട്ട് വേറെ ഞാൻ ഒന്ന് പൊട്ടിക്കോട്ടെ. അപ്പോൾ ഇതുണ്ടാവും ഡീപ്പ് സ്റ്റേറ്റ് ഞാൻ തന്നെ ഇട്ടാണ് ഇന്നലെ. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഓക്കെ. ഇതൊന്നും ശരിയാവില്ല. ഇങ്ങോട്ടല്ലായിരുന്നു അത്, എൻ്റെ ഉറപ്പിൽ ഇങ്ങോട്ടായിരുന്നു ആ വേ. ഓക്കെ, ഈ വെള്ളത്തിനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഒബ്സീഡിയൻ്റെ ഏരിയ കിട്ടാൻ ചാൻസ് ഉണ്ട്. അയ്യോ, എനിക്ക് അങ്ങോട്ട് പോകണ്ട. ഓക്കെ, ഇങ്ങോട്ട് തന്നെ. അല്ല, ഒരു കാര്യം നോക്കിയില്ല, ഈ വെള്ളത്തിൻ്റെ കടിയിൽ ഡയമണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായി. റെഡ് സ്റ്റോൺ നോക്കി പോകണം ഗൈസ്. അവിടെ ലാവുണ്ട്, ബട്ട് ലാവയുടെ ഒരു വലിയ ഇത് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇച്ചിരി ടോർച്ച് എടുക്കണം, കാരണം യൂസ് വരും. ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ഇവിടെ കിട്ടി. ഇതായാലും മതി. നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് എത്ര വേണ്ടേ? 4 എണ്ണം അതിന് വേണം. പോർട്ടലും ഉണ്ടാക്കണം 4 എണ്ണം മറ്റേതിന്. അപ്പം 4 എണ്ണം ഫസ്റ്റ് എടുക്കട്ടെ. ഗൈസ് ഞാൻ ഫുള്ള് മൈൻഡ് ചെയ്യാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ബോറടിക്കും. അപ്പോൾ നമ്മൾ 16 കറക്റ്റ് 16 ആയിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് വേണ്ടത് 16 ആയിരുന്നു. കറക്റ്റ് 16 ഒബ്സിഡിയൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോർട്ടൽ ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ പോർട്ടൽ ഉണ്ടാകും. ഞാൻ 3 ഗ്രാവൽ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ അതിന് കിട്ടിയായിരുന്നു. ഞാൻ വിളിച്ചു ഗ്രാവൽ എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പോർട്ടൽ ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ പോർട്ടലിൽ പോകുന്നതായിരിക്കും. കാരണം ഞാൻ ഇന്നലെ ഒരു ഇന്നലെ എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രോൻ്റെ വീഡിയോയിൽ ആ ബ്രോ 4th എപ്പിസോഡിൽ തന്നെ കണ്ട് നദറിൽ ചെന്ന് ഹാപ്പി ഗാസ്റ്റിനെടുത്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും എടുക്കാമെന്ന്. നദർ പോർട്ടൽ, നോട്ട് ഹാപ്പി ഗാസ്റ്റ്. ഓക്കെ, ഞാൻ പുറത്ത് കാണിച്ചോ? യാ, ഇതൊക്കെ എൻ്റെ ചെറിയൊരു കലാകാരമാണ്. നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. നിങ്ങളുടെ വേൾഡിലും ഞാൻ പറയും വേണ്ടെന്നാണ്. കാരണം ഇതിനെക്കാട്ടും നല്ല ലുക്ക് നിങ്ങൾക്ക് കൊടുക്കാമെന്നറിയായിരിക്കും. ബട്ട് എൻ്റെ കോപ്പി ചെയ്യണമെന്നുള്ളൊരു കോപ്പി ചെയ്തോളൂ. കുഴപ്പമില്ലാത്ത ലുക്കൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വെറും ഫണ്ണിന് വേണ്ടിയാണ്. കാരണം നമുക്ക് ഇച്ചിരി ടൈം ആവണം. ആൻഡ് ഗൈസ്, ഐ ഗെസ് ഇപ്പോൾ ഈ ടൈമിൽ ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് വന്നിട്ടുണ്ടാവില്ല. ബിക്കോസ് ഞാൻ അറിയാണ്ട് എൻ്റെ സൗണ്ട് വന്ന സ്പീക്കറിൽ തന്നെ കൈ വെച്ചായിരുന്നു. പക്ഷെ നമുക്ക് 6 എണ്ണം വന്നിട്ടുണ്ട് ഗൈസ്. ബാക്കി 6 എണ്ണം അങ്ങനെ ബാക്കിയുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് പറയുക. ഐ ഗെസ് ഞാൻ തെറ്റിച്ചു. ഓ മൈ ഗാഡ്, ഇല്ല, ഐ ഡോണ്ട് നോ ഗൈസ്. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കി. ഓക്കെ, ഇനിയാണ് ഗൈസ് നമ്മുടെ മെയിൻ തിങ്. ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ. അയ്യോ, ബുക്ക് എന്തി? ബുക്ക് കിട്ടി. ഓക്കെ, ക്രാഫ്റ്റ് ചെയ്യട്ടെ ഗൈസ്. ക്രാഫ്റ്റ്.
enchantment table. സുയി. അപ്പോൾ നമ്മൾ എൻചാൻമെൻറ്റ് ടേബിൾ വീടുണ്ടാക്കിയാലും വീടുണ്ടാക്കിയില്ലേലും നമ്മൾ ഇവിടേക്കും വയ്ക്കാൻ പോകുന്നു. ഇവിടെ 1 2 ഇവിടേക്കും നമ്മൾ എൻചാൻമെൻറ്റ് ടേബിൾ വയ്ക്കാൻ പോകുന്നത്. ആൻഡ് നമുക്കിനി 15 ബുക്ക് ഷെൽഫ് വേണം ഗൈസ്. 15 ബുക്ക് ഷെൽഫ്. അത് നമുക്ക് നോക്കാം, ചുമ്മാ ഒരു രസത്തിന് നമുക്ക് നോക്കാം എന്തൊക്കെ എൻചാൻമെൻറ്റാണ് കിട്ടുന്നത്. ട്രൈഡൻ്റാണ് ഞാൻ എൻചാൻറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, എഫിഷ്യൻസി 1. ഓക്കെ വാ, എഫിഷ്യൻസി 1 ഒക്കെ എടുക്കാം ഗൈസ് നമുക്ക്. ചുമ്മാ രസത്തിന് എൻചാൻറ്റ് ചെയ്താട്ടെ. ബുക്ക് ഷെൽഫ് ഇല്ലാണ്ട് കേട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആൻഡ് നെതർ പോർട്ടിൽ കയറാൻ ഞാൻ പറഞ്ഞു, സോറി. ഇന്നത്തെ വീഡിയോ ഇച്ചിരി കൂടെ ഉണ്ട്, ഒരു 4 മിനിറ്റ് കൂടെ നമുക്ക് എടുക്കാം. അല്ല 30 മിനിറ്റ് വേണ്ടെന്നല്ലേ പറഞ്ഞാൽ, 30 മിനിറ്റ് എടുക്കില്ല. ഓക്കെ ഗൈസ്, ലെറ്റ്സ് നോക്കാം. നോക്ക്, ഫോർട്രസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ സ്പോണായി. എൻ്റെ ദൈവം, പിന്നെ അത്രയും ലക്ക് നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, നല്ല ലക്ക്. ഓ കുഴപ്പമില്ല, നോക്കട്ടെ. കണ്ടിട്ട് നല്ല ഏരിയ ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മറ്റവനുണ്ട് ഇവിടെ, അവനായിട്ട് വെറുതെ ഫൈറ്റ് എടുക്കണമെന്ന് എനിക്കിരിക്കില്ല. അപ്പോൾ നമുക്ക് പോവാം. ആൻഡ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ നെതർ പോർട്ടൽ ആൻഡ് എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കി കാണിച്ചു. ആൻഡ് നമുക്ക് ലാസ്റ്റിൽ നമ്മുടെ എല്ലാ സാധനവും, നമ്മുടെ കയ്യിലുള്ള ആർമർ ഫുള്ള് എൻചാൻറ്റ് ചെയ്യാം. എൻചാൻറ്റ് ആൻഡ് സോഡും കൂടെ എൻചാൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. XP ഇല്ല. സത്യം പറഞ്ഞാൽ XP വേസ്റ്റ് ചെയ്തെന്ന് തന്നെ പറയാം നിങ്ങൾക്ക്. കുഴപ്പമില്ല, സഹിച്ചു ഞാൻ. ഓക്കെ, നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ്ലി നമ്മുടെ ഹെൽമെറ്റ് പ്രൊട്ടക്ഷൻ 1, പ്രൊട്ടക്ഷൻ 2, പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ 2, പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ 1, ഷാർപ്പ്നെസ് 1, അൺബ്രേക്കിംഗ് 2 എന്നൊക്കെ പറഞ്ഞത്. ഇത്ര ഇട്ടുള്ളൂ ഗൈസ്. അപ്പം നമുക്കൊരു കാര്യം, ഈ ഷീപ്പിനെ ഒന്ന് കൊന്നു കഴിഞ്ഞാൽ, ഷീപ്പിനെ സ്പൈഡറിനെ കൊന്നാൽ ഒരെണ്ണം കിട്ടും. അല്ല, മറ്റേ ക്രീപ്പറിനെ കൂടെ കൊന്നു കഴിഞ്ഞാൽ 1 XP നമുക്ക് കിട്ടും. അങ്ങനെ. ആൻഡ് ഇപ്പോൾ ഗൈസ് ഞാൻ പറയട്ടെ, എൻ്റെ ഈ അയറൺ സോഡ് ഒരു ഡയമണ്ട് സോഡാണ് വിത്ത് നോ എൻചാൻമെൻറ്റ്. നോക്ക്, 7 അറ്റാക്ക് ഡാമേജ് ആക്കട്ടെ. എഫിഷ്യൻസി 1 ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ എല്ലാ സാധനവും എൻചാൻറ്റ് ചെയ്തു. ആൻഡ് നാളത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ XP അതൊന്നും വരും. അപ്പം നാളത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു വീടുണ്ടാക്കും. ഒരു ചെറിയ വീടല്ല, ഒരു മാക്സിമം നല്ലൊരു വീടുണ്ടാക്കും. ആൻഡ് ഇവിടെ ഫുള്ള് സ്റ്റെയർ കേസ് ആക്കും. ആൻഡ് ഇത് ചിലപ്പോൾ നല്ലൊരു ഇതാക്കും. ആൻഡ് ലവ് യു, ടേക്ക് കെയർ, ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്.